കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വെളുത്തുള്ളി ഭക്ഷണവസ്തു മാത്രമല്ല, നല്ലൊരു മരുന്ന് കൂടിയാണ്. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന്. ഇതിലെ ആന്റി ഓക്സിഡന്റുകളാണ് ഈ ഗുണം നൽകുന്നത്. വെളുത്തുള്ളി കഴിക്കുക മാത്രമല്ല, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വെക്കുകയും ചെയ്യാം. ഇവ മരുന്ന് ഗുണം നൽകും. വെളുത്തുള്ളി ചെവിയിലും വജനയിലും വെക്കാം. ഗുണങ്ങൾ പലതാണ്. ഇവയെക്കുറിച്ച് അറിയാം. യോനിയിലെ അണുബാധ പല സ്ത്രീകൾക്കും നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നമാണ്. ബാക്ടീരിയൽ, ഫംഗസ്, ഈസ്റ്റ് അണുബാധകൾ പ്രത്യേകിച്ചും. ഇതിൽ തന്നെ യോനി ഭാഗത്ത് വരുന്ന ഈസ്റ്റ് അണുബാധയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് വെളുത്തുള്ളി. ഒരു കഷ്ണം വെളുത്തുള്ളി യോനിയുടെ ഉൾഭാഗത്തേക്ക് വെക്കുക. വല്ലാത്ത ഉള്ളിലായി പോകരുത്, ഏതാണ്ട് യോനി കവാടത്തിൽ. പിറ്റേന്ന് രാവിലെ ഇതെടുത്തു മാറ്റാം. ഇത് അടുപ്പിച്ചു ചെയ്യുന്നത് ഈസ്റ്റ് അണുബാധയെ നിന്നും രക്ഷ നേടിത്തരും. ഇത് ഉള്ളിലേക്ക് പോകുമെന്ന് ഭയമുള്ളവർക്ക് ഒരു കഷ്ണം വൃത്തിയുള്ള നൂലിൽ വെളുത്തുള്ളി കോർത്തു വെക്കാം. വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയായി ഉപയോഗിക്കണം. ഒരല്ലി ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ. രാത്രി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് ചെയ്യുമ്പോൾ വെള്ളം പോലുള്ള ഡിസ്ചാർജ് യോനിയിൽ നിന്നും പിറ്റേന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ്. വജനയും വായും തമ്മിൽ ബന്ധമുണ്ടെന്നതാണ് ശാസ്ത്ര സത്യം. ഇതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വെളുത്തുള്ളി വെക്കുമ്പോൾ ചിലർക്കെങ്കിലും വായിൽ വെളുത്തുള്ളി രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലെ അണുബാധയ്ക്കാണ് ഈ രീതി. കൂടുതലെങ്കിൽ വെളുത്തുള്ളി രണ്ടായി മുറിച്ച് ഉപയോഗിക്കണം. യോനി ഭാഗം തുടച്ചു വൃത്തിയാക്കി വേണം ഇത് ചെയ്യാൻ. ഉപയോഗിക്കുന്ന രീതികളിൽ ഒന്നാണ് കിടക്കും മുൻപ് വെളുത്തുള്ളി ചെവിയിൽ വെക്കുന്നത്. ഈ ചികിത്സാ രീതി അപൂർവമായ ഒന്നാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയാണ്. ഈ രീതിയിൽ വെളുത്തുള്ളി വെക്കുന്നത് ചെവിവേദനയ്ക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ്. ചെവിയിൽ ഉണ്ടാകുന്ന അണുബാധ തടയും. അണുബാധ കാരണം ചെവിയിൽ വേദനയുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതേ രീതിയിൽ വെച്ചാൽ വേദന 15 മിനിറ്റ് കൊണ്ട് മാറും. 48 മണിക്കൂറിൽ അണുബാധയും പൂർണ്ണമായും മാറും. കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.